നമ്മൾ നോക്കുന്നത് മൈൻക്രാഫ്റ്റ് ട്രയൽ. മൈൻക്രാഫ്റ്റ് ഒറിജിനൽ എന്നും പറയാം. കാരണം മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയ ആളും ഇതുണ്ടാക്കിയ ആളും ഒന്ന് തന്നെയാണ്. നമ്മൾ സ്റ്റീവിനെയാണ് നമുക്കുള്ളപ്പോൾ. ഞാൻ സ്റ്റീവിനെയാണ് എടുത്തത്. ആദ്യം നമ്മൾ പ്ലേ എന്ന് ഞെക്കണം. പിന്നെ നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്ന് ഞെക്കുക. ക്രിയേറ്റ് ന്യൂ വേൾഡ്. പുതിയൊരു സ്ഥലം ഉണ്ടാക്കുക. അതിൽ ആദ്യം ഈ ഗെയിം കയറ്റിയിട്ട് നോക്കൂ. ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ നോർമൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഉണ്ടാവും. അയിമനിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളാവണം. ഇത് എന്താ പീസ്ഫുള്ളുണ്ട്, പിന്നെ ഈസി ഉണ്ട്, നോർമൽ ഉണ്ട്, പിന്നെ ഹാർഡ് ഉണ്ട്. PS4 പിന്നെയും കുഴപ്പമില്ല. എന്താ ജീവികളും നല്ല ഇതൊക്കെ ഇക്കാരം. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഇതാണ്. കുറച്ച് നല്ല എനിമീസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ളൊരു സംഭവം കാണാം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തിൽ ഞെക്കണം. അപ്പോൾ നമ്മളവിടെ എത്തത്താണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ബബിൾ അത് ഫുള്ള് പോയിന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്ത് പോകും. ഇതൊക്കെ എനിമീസാണ്. എല്ലാം ഒന്ന് നമ്മളെ കാട്ടും. ഇതിന് തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ നേരമുള്ളൂ. അത് കുറച്ച് സ്ലോ ആണെങ്കിലും ഭയങ്കര പിന്നെ പവറുണ്ടാവും. വരുന്നുണ്ട് കണ്ടാണ് നമ്മളെ ശല്യപ്പെടുത്തുകയാണ്. പിന്നെന്തായാലും ഒരു പണി കൊടുക്കും. കരയെന്ന് പറയാം. അത് കുറച്ചൊക്കെ കൊണ്ട് കരയിൽ കയറി വരും. അത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കരയിൽ കുറച്ചൊക്കെ ഉദാഹരണം പറയാൻ വെച്ചെങ്കിൽ ഇതുവരെയൊക്കെ കയറി വരുള്ളൂ. ഈ 3 അത്ര മാക്സിമം കയറി വരുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇത് ട്രയലിന് മാത്രമാണ് ഉള്ളത്. ഇവിടെ ഉടയിട്ട് എന്നാണ് പറഞ്ഞ സാധനം. നമ്മളെ ചത്തു വയസ്സ് എടാ തീവളത്തുണ്ടല്ലോ ഇവിടൊക്കെ അയില് പൊട്ടിയാണ് ചത്തു. ഇവിടൊക്കെ എന്ത് സാധനമുണ്ട്. നമുക്ക് അതൊന്നും നോക്കണ്ട. നമുക്ക് ആദ്യം വേണ്ടതെന്താ വെച്ചാൽ വേണ്ട സംഭവം എന്താ അറിയാം. നമുക്ക് രാത്രി ആയ എനിമീസ് വരും. അപ്പോൾ നമ്മൾ വേഗം ഉറങ്ങണം. ഇതെന്താ ഇതിൻ്റെ ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ വിലപിടിപ്പുള്ള മൈൻക്രാഫ്റ്റത്തെ വിലപിടിപ്പുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ശല്യ കഴിച്ചു. ഇത് കടലിൽ തിരിച്ച് പോവാം. അങ്ങനെ പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ആടിനെയാണ്. ആടിൻ്റെ രോമാണ് നമുക്ക് വേണ്ടത്. ഇത് കുറച്ച് സ്റ്റെക്കായിട്ട് കൊണ്ട് അത്ര വലിയ പ്രോ പ്ലെയറൊന്നും അല്ലാത്തണ്ട. അവിടെ ആടുണ്ട്. വേഗം അങ്ങോട്ട് പോവാം. ഇവിടെ കഴിഞ്ഞല്ലേ. ആടിനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നു.
ഗൈസ് നമ്മളെ കാണാനായിട്ട് ഒരാളുണ്ട് ഗൈസ്. ഇതാണ് താറാവ്. താറാവാണോ അറിയില്ല. ഫീഡിനായിട്ട് എന്തോ ഉണ്ട്, പക്ഷെ നമുക്കത് നോക്കണ്ട. പിന്നാലെ വരുന്നുണ്ട് പോകുന്നു. നമ്മളൊന്നും ചെയ്തോ? നമ്മളെടുത്ത് തന്നെയല്ലോ പൈസ വരുന്നത്. പോ 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 പോ. നമുക്ക് ആടിനെ കാണണം. ആടിനെ കണ്ടാലേ നമുക്കിപ്പോൾ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ടെങ്കിൽ വേറെ സംഭവം നമുക്ക് ശേഖരിക്കാം. ഇതെന്ത് സംഭവം അമ്പാ, ഇത് കണ്ട ഗൈസ്, ഇങ്ങനത്തെ വില പൊടിക്കുന്ന സംഭവം. ഇത് കൊടുക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് ഈ സംഭവം ഉണക്കുക. ഇവിടെ ഹെൽത്ത് എന്തോ കുറയുണ്ടല്ലോ ഗൈസ്. ഇത് കിട്ടിയാൽ നമുക്ക് വല്ല കിട്ടുമോ? ആദ്യമായിട്ടാണ്. കടലിൻ്റെ അടിയിലൊക്കെ ആണ് ഗൈസ്. കിട്ടിയില്ല. എനിക്ക് വയ്യാക്കാൻ നമ്മൾ ചത്ത്. ഒന്നും പടി കളിക്കാം നമുക്ക്. അടുത്ത ചാവലിന് നമ്മൾ ഇത് സ്റ്റോപ്പാക്കുന്നതാണ്. നമുക്ക് മരങ്ങൾ നോക്കണം. മരങ്ങൾ അതിൻ്റെ ഉള്ള എല്ലാ വിലപിടിപ്പുള്ള സംഭവം ഉണ്ടാവും. പക്ഷെ നേരത്തെ പോയിട്ട് നമ്മൾ പെട്ടുപോയി. ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഒന്ന് കമൻറ്റ് ബോക്സ് ഓണാക്കിയെങ്കിലൊന്ന് പറയാം. വല്ല ഉപയോഗമുള്ള സാധനമായാൽ മതിയായിരുന്നു. അടുത്തൊക്കെ അങ്ങനെ ഫുള്ള് കളിക്കാം. ഇതാണ് ഓക്ക് പ്ലാങ്ക് വേണം. പക്ഷെ എൻ്റെ പിന്നാലെ താറാവ് കുട്ടികൾ വരുന്നുണ്ട്. ഓക്ക് ലോഗ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഞാൻ റെസിപ്പി ഇതിൻ്റെ പേരെന്താ? ഓക്ക് പ്ലാങ്ക്. യെസ്, കിട്ടി ഗൈസ്. അങ്ങനെ കിട്ടി ഗൈസ്. നമുക്ക് ഇവിടെ അങ്ങനെയാണ് ഒന്നാക്കുക. ഇങ്ങനെ ഒന്നാക്കുക. നമുക്ക് ഇതിപ്പോൾ വേണ്ട ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഫുള്ള് സാധനമാണല്ലോ. അമ്പോ, രാത്രിയാകാൻ പാടില്ല ഗൈസ്. രാത്രിയായി ഇറങ്ങും കൂട്ടം. വേഗം വേറെ ആടുമ്പാടുണ്ട് തോന്നുന്നു. കിട്ടി സംഭവം കിട്ടി. മറ്റേ ആടൂടെ വേറെ ഒരാടുമ്പാടിയാണ് ഗൈസ്. ഞാൻ പേടും തോന്നുന്നു ഗൈസ്. തുടങ്ങി ഗൈസ്, തുടങ്ങി. യുദ്ധം തുടങ്ങി. അമ്പോ ഗൈസ്, നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? അപ്പോൾ വരുന്നുണ്ട്. കൊല്ലണം. അപ്പോൾ അടുത്ത വരും എന്നൊക്കെ അറിയാം. പോത്തിനടുത്ത വരും, അങ്ങോട്ട് കയറി വരും. നീന്തൊക്കെ അറിയാത്ത ഒരാളൊന്നല്ല അത്. കയറി ഒന്നാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്,
ഈ സംഭവം ഇതുവരെയൊക്കെ കയറി വരുമോ? നമ്മളല്ലോ ഇന്നതെല്ലാം പാടില്ല. ഈ ഭയങ്കര രക്തം. അതെന്തുകൊണ്ടുള്ള കുറച്ച് വെള്ളത്തിൽ സർവൈവ് ചെയ്യാം, പക്ഷെ അവർക്ക് ശ്വാസം കിട്ടും. ബാക്ക് പോകണം. എൻ്റെ അടുത്ത് പോയി. ഞാൻ മരിച്ചും ചത്തു വയസ്സ്.